നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കളി പാളിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പി ദിവ്യയെ കൈവിട്ടു. ദൈവത്തിന്റെ ഇടപെടൽ പോലെ ഇപ്പോഴിതാ നവീൻ ബാബുവിന്റെ മരണത്തിൽ സൂപ്പർ ട്വിസ്റ്റ്. CPM ജില്ലാ സമ്മേളനത്തിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പി ദിവ്യക്കെതിരെ ആഞ്ഞടിച്ചു. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുമ്പോൾ പുലർത്തേണ്ട ജാഗ്രത പി ദിവ്യ കാട്ടിയില്ല. ADMന്റെ മരണത്തിൽ പത്തനംതിട്ട ജില്ലാ ഘടകത്തിന്റെ നിലപാടിൽ തെറ്റില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു. CBI അന്വേഷണവുമായി എത്തും എന്നുറപ്പിച്ചതോടെ മുഖ്യമന്ത്രിയും MP ജയരാജനുമൊക്കെ മറുകണ്ഠം പാഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാർട്ടി പി ദിവ്യയെ വലിച്ചെറിയുന്നത്. ഇനിയും ഈ വിഴുപ്പ് ചുമന്നാൽ അത് പാർട്ടിയെ മുച്ചൂടും മുടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും MP ജയരാജനും മനസ്സിലായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സറിഞ്ഞു തന്നെയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ MP ജയരാജൻ നടത്തിയ പല പ്രസ്താവനകളും. ഒടുവിൽ പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പി ദിവ്യയെ MP ജയരാജൻ വലിച്ചു കീറിയിരുന്നു. ഒരു പാർട്ടി കേഡർ രൂപപ്പെട്ടു വന്നാൽ ഇങ്ങനെയല്ല വിഷയങ്ങളിൽ ഇടപെടേണ്ടത്. അർഹമായ അച്ചടക്ക നടപടിയാണ് ദിവ്യയുടെ കാര്യത്തിൽ ഉണ്ടായത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദിവ്യയുടെ കാര്യത്തിൽ നേരത്തെ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. സംസ്ഥാന നേതൃത്വം ഒന്നാകെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തിനൊപ്പമെന്ന് മുഖ്യമന്ത്രി അടിവരയിട്ടു പറഞ്ഞു. ആക്ഷേപം ഉയർന്നു വന്നയുടനെ പി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണം പി ദിവ്യയാണ് എന്ന് CPM തറപ്പിച്ചു പറയുന്നതോടെ ഒടുവിൽ പാർട്ടിക്ക് ദിശാബോധമുണ്ടായിരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യ യാത്രയയപ്പ് യോഗത്തിൽ നടത്തിയ പ്രസംഗമാണ് നവീൻ ബാബുവിന്റെ മരണകാരണമെന്ന് MP ജയരാജൻ അടിവരയിട്ടു പറഞ്ഞു. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇത്രയും നാൾ പാർട്ടി പി ദിവ്യയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കട്ടിക്കിറങ്ങിയതോടെ പാർട്ടി പൂർണ്ണമായി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു. സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ച പാർട്ടി ഇനിയും പി ദിവ്യയെ അനുകൂലിക്കുന്ന നിലപാടുമായി മുന്നോട്ടു പോയാൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുമെന്ന് അവർക്ക് ബോധ്യമായി. തുടർന്നായിരുന്നു സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തോട് പി ദിവ്യയെ ചേർത്ത് പിടിക്കുന്ന സമീപനം ഇനി വേണ്ട എന്ന് വെട്ടിത്തുറന്നു പറഞ്ഞത്. തുടർന്ന് MP ജയരാജൻ മലക്കം പറഞ്ഞു. ഈ മാസം 6-ാം തീയതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ അപ്പീൽ പരിഗണിക്കുകയാണ്. നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം CBI അന്വേഷിക്കണമെന്നതാണ് ഭാര്യ മഞ്ജുഷയുടെ ആവശ്യം. നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു മഞ്ജുഷ. എന്നാൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ ആവശ്യം നിരാകരിച്ചു. തുടർന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ ഇപ്പോൾ മഞ്ജുഷ സമീപിക്കുന്നത്. കാര്യങ്ങൾ അപകടത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് മുഖ്യമന്ത്രിക്ക് വ്യക്തമായി. ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രിയും സംസ്ഥാന കമ്മിറ്റിയുമൊക്കെ കാരണം പറയുന്നു. ഈ കേസിന്റെ തുടക്കം മുതൽ പി ദിവ്യയെ പൂർണ്ണമായി അനുകൂലിക്കുന്ന നിലപാട് പരസ്യമായെടുത്തത് MV ഗോവിന്ദൻ തന്നെ. ഗോവിന്ദൻ തന്റെ ഭാര്യയെ ജയിലിൽ നിന്നിറങ്ങിയ പി ദിവ്യയെ സ്വീകരിക്കാൻ പോലും അയക്കുന്ന കാഴ്ച കേരളത്തെ അമ്പരപ്പിച്ചിരുന്നു. പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പി ദിവ്യയുടെ പേരിൽ ഉയർത്തിയത്. ഇതോടെ പാർട്ടി ജില്ലാ പ്രതിനിധികളുടെ വികാരം മനസ്സിലാക്കിയ MP ജയരാജൻ മലക്കം മറിഞ്ഞു. ജില്ലാ സമ്മേളന നടപടികൾ ആരംഭിക്കുന്നതുവരെ പി ദിവ്യയെ കൈവിടാത്ത സമീപനമായിരുന്നു MP ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിന്റെ മുഖ്യ കാരണം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട് തന്നെ. എന്നാൽ കാര്യങ്ങൾ ഭദ്രമല്ല എന്ന് MP ജയരാജന് ബോധ്യപ്പെട്ടു. തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെ ഇപ്പോൾ പി ദിവ്യക്കെതിരെ പാർട്ടി തിരിഞ്ഞത്. ADMന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യയുടെ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ് എന്നത് സത്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് തെറ്റാണെന്ന്. ആ കാഴ്ചപ്പാടാണ് അന്നും ഇന്നും പാർട്ടിക്കുള്ളത്. ഇതായിരുന്നു MP ജയരാജന്റെ വാക്കുകൾ. നവീൻ ബാബുവിന്റെ ദുരൂഹമരണം അന്വേഷിച്ച പോലീസ് സംഘത്തിന്റെ റിപ്പോർട്ട് എപ്രകാരമായിരിക്കുമെന്നൊക്കെ ഒരുപക്ഷെ പാർട്ടിയും ഭരണകൂടവും നിശ്ചയിക്കും. CBI കളത്തിലിറങ്ങിയാൽ തങ്ങളുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കില്ല എന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി അണികളെ പൂർണ്ണമായി ശാന്തരാക്കണം. ഇതേ MP ജയരാജൻ 2 ദിവസം മുമ്പ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. ദിവ്യയ്ക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ പേരിൽ ഇത്രയേറെ ആക്രമിക്കേണ്ടിയിരുന്നില്ല. കൈക്കൂലി കൊടുത്തു എന്ന കാര്യത്തിൽ പ്രശാന്തൻ ഉറച്ചു നിൽക്കുന്നു.
കൈക്കൂലി വാങ്ങിയെങ്കിൽ അത് ആർക്കാണ് കൊടുത്തതെന്ന് കണ്ടെത്തണം. ഇതായിരുന്നു എം.വി. ജയരാജൻ നേരത്തെ നടത്തിയ പ്രസ്താവന. അതിൽ നിന്ന് മലക്കം മറിഞ്ഞാണ് ഇപ്പോൾ പുതിയ പ്രസ്താവന എം.വി. ജയരാജനിൽ നിന്ന് പുറത്തു വന്നത്. നവീൻ ബാബുവിന്റെ ഭരണത്തിൽ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യയുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ പ്രസ്താവനയിലെ ഒരു ഭാഗം അടർത്തിയെടുത്താണ് മാധ്യമങ്ങൾ കൊടുത്തത് എന്ന് ഇതിനിടയിൽ എം.വി. ജയരാജൻ വിശദീകരിച്ചു. എന്തുകൊണ്ടാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജന് പരസ്യമായി പി ദിവ്യയെ നേരത്തെ തള്ളിപ്പറയാൻ സാധിക്കാതിരുന്നത്? ഇതിന് പിന്നിൽ ചില ഉന്നത സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നു എന്ന മാധ്യമങ്ങളുടെ ആരോപണം ശരിവെക്കുന്നതായിരുന്നു ജയരാജന്റെ പല പ്രസ്താവനകളും. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് ഭരണകേന്ദ്രങ്ങളെ വിറകൊള്ളിക്കുന്നു. നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വസ്തുതകൾ മനസ്സിലാക്കാതെയും പഠിക്കാതെയുമാണ് വിധി പുറപ്പെടുവിച്ചത് എന്ന് തന്റെ അപ്പീൽ ഹർജിയിൽ മഞ്ജുഷ വ്യക്തമായി പറയുന്നു. സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ നിരവധി പിഴവുകളുണ്ട്. ഭരണകക്ഷി നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആളാണ് പ്രതിസ്ഥാനത്ത്. സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ല എന്ന് അപ്പീലിൽ വ്യക്തമാക്കുന്നു. 2024 ഒക്ടോബർ 15 രാവിലെയാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലേന്ന് കണ്ണൂർ കളക്ടറേറ്റിൽ വെച്ച് നടന്ന യാത്രയയപ്പ് യോഗത്തിലേക്ക് ക്ഷണിക്കാത്ത അതിഥിയായി പി ദിവ്യ വന്നു കയറി നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുന്ന പ്രസംഗം നടത്തി. നവീൻ ബാബു അഴിമതിക്കാരനാണെന്നും ഇനിയുള്ള സ്ഥലങ്ങളിൽ ഇത് ആവർത്തിക്കരുത് എന്നുമൊക്കെയായിരുന്നു പി ദിവ്യയുടെ ആക്രോശം. അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് അന്ന് പ്രോസിക്യൂഷൻ ശക്തമായി കോടതിയിൽ വാദിച്ചു. കേസ് ഡയറി ഹാജരാക്കിയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഭാര്യ മഞ്ജുഷയുടെ ആശങ്കകൾ പരിഗണിച്ച് കൂടുതൽ ശക്തമായ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി പുറത്തു വന്നിട്ടും അന്വേഷണ സംഘം ഇഴഞ്ഞു നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിലപ്പുറം കേസ് അട്ടിമറിക്കാനുള്ള സർവ്വ കരുനീക്കങ്ങളും അവർ നടത്തി. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മഞ്ജുഷയ്ക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുമെന്നാണ് പൊതുവെ കേരളം കണക്കുകൂട്ടുന്നത്. CBI എത്തിയാൽ മലബാറിന്റെ പല രഹസ്യങ്ങളും പാർട്ടിയുടെ കൈവിട്ടു പോകും. യാത്രയയപ്പ് യോഗത്തിന് ശേഷം ആരൊക്കെയാണ് നവീൻ ബാബുവിനെ കണ്ടത്? കൊലപാതക സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. നിലവിലെ അന്വേഷണ സംഘം ഇക്കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല എന്നാണ് മഞ്ജുഷ അപ്പീൽ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. അവർ തെളിവുകൾ മറയ്ക്കാനും വ്യാജ തെളിവുകൾ ഉണ്ടാക്കാനും പ്രതിയെ സഹായിക്കുന്നു. ഇതിനിടയിൽ നവീൻ ബാബുവിന്റെ ദുരൂഹഭരണവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ വ്യാജ പ്രസ്താവന നടത്തിയ മുഖ്യമന്ത്രിയെ നവീൻ ബാബുവിന്റെ കുടുംബം എടുത്തിട്ടലക്കിയിരുന്നു. ഇത് മുഖ്യമന്ത്രിക്ക് കനത്ത ക്ഷീണമുണ്ടാക്കി. പ്രതിപക്ഷത്തിന് നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ കടുത്ത അതൃപ്തിയാണ് നവീൻ ബാബുവിന്റെ കുടുംബം പ്രകടിപ്പിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് ബന്ധുക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയത്. തിടുക്കപ്പെട്ട് ഇൻക്വസ്റ്റ് നടത്തിയില്ല, എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ട് എന്ന് നിയമസഭയെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. എന്നാൽ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് SP-യോടും ജില്ലാ കളക്ടറോടും തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം വ്യക്തമാക്കി. SP പറഞ്ഞതനുസരിച്ചാണ് കളക്ടറുമായി ബന്ധപ്പെട്ടത്. ആദ്യം കളക്ടർ ഫോൺ എടുത്തില്ല, പിന്നെ ഒപ്പമുള്ളയാളെ വിളിച്ച് കളക്ടറെ വിവരം അറിയിച്ചതിന് ശേഷമാണ് ഫോണിൽ സംസാരിച്ചത്. ആരോപണ വിധേയയുടെ ഭർത്താവും പ്രശാന്തനും പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു എന്നും അതുകൊണ്ട് പരിയാരത്ത് പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്നുമായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബം കളക്ടറോട് ആവശ്യപ്പെട്ടത്. നിങ്ങൾ പേടിക്കേണ്ട എന്നായിരുന്നു കളക്ടറുടെ മറുപടി. ഒരു കാരണവശാലും പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തില്ല എന്ന് കളക്ടർ ഉറപ്പ് കൊടുത്തു. ഇക്കാര്യത്തിൽ കളക്ടർ കൊടുത്ത ഉറപ്പ് തങ്ങൾ മുഖവിലക്കെടുത്തുവെന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ ഇതിനിടയിൽ വലിയ അട്ടിമറികൾ നടന്നു. കേസിൽ പ്രശാന്തിനെ പ്രതിയാക്കണമെന്ന കുടുംബത്തിന്റെ പരാതി ഇതുവരെ പോലീസ് ഗൗനിച്ചില്ല. ആ പരാതിയുടെ പേരിൽ മാത്രം പോലീസിന് പ്രശാന്തിനെ പ്രതിയാക്കാവുന്നതാണ്. അന്വേഷണം ശരിയായ വിധത്തിൽ നടത്തിയാൽ കോൾ ഹിസ്റ്ററി ഉൾപ്പെടെ പരിശോധിക്കേണ്ടി വരും. പ്രശാന്തൻ ആരെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു എന്ന് ഈ അന്വേഷണത്തിൽ ബോധ്യമാകും. അതുകൊണ്ട് തന്നെയാണ് ചിലർ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നത് എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം കട്ടയ്ക്ക് മുഖ്യമന്ത്രിക്ക് മറുപടിയും കൊടുത്തു. ഇതോടെ പൂർണ്ണമായും വെട്ടിലായ മുഖ്യമന്ത്രി ഇപ്പോൾ പി ദിവ്യയെ കൈവിടുന്നു. ഈ മാസം 6-ാം തീയതി ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ CBI തന്നെ എത്തും എന്നാണ് പൊതുവെ കേരളം പ്രതീക്ഷിക്കുന്നതും. അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.